ഏത് ഡയറക്ഷനിലാണ് കാറ്റ് വരുന്നതെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവുമ്പം അതിനനുസരിച്ച് റൺവേ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് കാറ്റിൻ്റെ ദിശയും മാറും. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ ഒരു ഡിപ്പാർച്ചറിനും അറൈവലിനും റൺവേ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നമുക്ക് RCF പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക്, അതായത് പൈലറ്റ്സ് സംസാരിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ നമുക്ക് പൈലറ്റ്സിന് ഇവർ പറയുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഇവർ കൺട്രോൾസ് പറയുന്ന ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലാൻഡിങ് പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിനും പെർമിഷൻ വേണം. സ്റ്റാർട്ടപ്പ് ആയി കഴിഞ്ഞാലും ടാക്സി ആയി കഴിഞ്ഞാലും, ഇപ്പം ഡിപ്പാർച്ചറിനായി ടാക്സി എന്ന് പറയുമ്പം ഏപ്രിലിന്, അതായത് പാർക്ക് ചെയ്ത് ഫ്ലൈറ്റ് ഉണ്ടാവില്ല, അവിടുന്ന് ടാക്സി ചെയ്തിട്ട് റൺവേയിലോട്ട് പോകുന്ന അതിനാണ് സമയത്തിന് അതിനെയാണ് ടാക്സി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും പെർമിഷൻ വേണം. അപ്പോൾ അങ്ങനെ ഈ RCF, അതായത് കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആവുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് മെനുവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും നമുക്ക് RCF കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഒരു ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ തരും. അതുപോലെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഫ്ലൈറ്റ് രണ്ട് പ്രാവശ്യം ലാൻഡ് ചെയ്യാൻ വന്നിട്ട് പിന്നെ രണ്ടാമത് ഗോ റൗണ്ട് ചെയ്തു, പിന്നെയും വന്നു. അതായത് അത് ശരിക്കും ഒരു സേഫ്റ്റി ആയിട്ടാണ് അത് പോയത്. അതിപ്പം അവർക്ക് ഒരൊറ്റ സംശയം കൂടി, അത് പൈലറ്റിന്റെ അവസരോചിതമായിട്ടുള്ള ഇടപെടലല്ലോ, അല്ലാതെ ഇപ്പോൾ മറ്റുള്ള TC-ലായിട്ട് ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? അല്ലല്ല, അത് പൈലറ്റാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ അവര് നിശ്ചയിക്കണം എപ്പോ ഗോ റൗണ്ട് ചെയ്യണ്ടെന്ന്. അത് അവർക്ക് മനസ്സിലാവുക. അതായത് നമുക്ക് റൺവേയില് നമ്മള് ഓരോ മാർക്കിങ്സ് ഉണ്ട്. അപ്പോൾ ഓരോ മാർക്കിങ്സിന്റെ മുന്നേ തന്നെ ഈ ഒരു നമ്മളെ ടയർ ടച്ച് ഡൗൺ ചെയ്യണം എന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതാണ് നമുക്ക് മുന്നേ ഇവിടെ നടന്നിട്ടുള്ള അപകടം. ആ പോയിന്റ് കഴിഞ്ഞിട്ട് ടയർ ടച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗോ റൗണ്ട് ചെയ്യണം. അതെങ്ങനെ ആ ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾ പിന്നെ അത് ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടയർ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിചാരിച്ച സമയത്ത് വണ്ടി, അതായത് ലാൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഫ്ലൈറ്റ് പോയിട്ട് അങ്ങോട്ട് അറ്റത്ത് പോയിട്ട് അവിടെ നിൽക്കും. അതായത് നാളൊരു ദിവസം നമ്മള് അപകടം ഉണ്ടായിട്ടില്ലേ, അതേമാതിരി 500 മീറ്റർ കഴിഞ്ഞിട്ടാണ് ലാൻഡ് ചെയ്തത്. അപ്പൊ അതേമാതിരി അപകടങ്ങൾ സംഭവിക്കും. അപ്പൊ അത് ഗോ റൗണ്ട് ചെയ്യേണ്ടത് പൈലറ്റിന്റെ അനുസരിച്ചാണ്. പൈലറ്റിന് എന്താണോ തോന്നുന്നത്, അങ്ങനെ തോന്നുന്നത് ചെയ്യാൻ പറ്റൂല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗോ റൗണ്ട് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്.